ഇന്ന് ഈ നമ്മുടെ വായനോത്സവത്തിന്റെ സ്പോൺസർ എന്ന് പറയുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റർ ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ്ബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽ കോഴ്സസ്. നിങ്ങൾ ഒരു അധ്യാപകനോ കൗൺസിലറോ പരിശീലകനോ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളോ ആകട്ടെ, നിങ്ങളുടെ മേന്മ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എക്സെല്ല സ്കിൽ മാസ്റ്റർ ഇന്റർനാഷണൽ റെഡിയാണ്. അതുപോലെ അന്തർദേശീയ യൂണിവേഴ്സിറ്റിയുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ്, ലൈഫ് സ്കിൽ കൗൺസിലിംഗ്, അപ്ലൈഡ് ലൈഫ് കോച്ചിങ് തുടങ്ങിയ ലോങ് ടേം, ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്ന കേരളത്തെ മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് എക്സെല്ല സ്കിൽ മാസ്റ്റർ. താങ്ക് യു എക്സെല്ല ടീം. ഇന്ന് ഈ 16ാമത്തെ ദിവസം ഡെയിൽ കാർണിഗിയുടെ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്ന വ്യത്യസ്തമായ ബുക്ക് പരിചയപ്പെടുത്തുന്നത് തൃശൂർ PC എക്സിക്യൂട്ടീവ് മെമ്പറായ ഷംല കരീം മാമാണ്. മാമിന്റെ ജന്മനാട് മാളയാണ്. പഠിച്ചതും വളർന്നതൊക്കെ അവിടെ തന്നെയാണ്. മാം അബുദാബി മോഡൽ സ്കൂളിൽ 13 വർഷം ജോലി ചെയ്തു. പിന്നെ നാട്ടിലെത്തിയതിനു ശേഷം കൗൺസിലിംഗ് ചെയ്യുന്നു. കൂടാതെ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീം സ്പാർക്കിന്റെ ഒരു മികച്ച ഒരു ട്രെയിനറാണ് മാം. കൂടാതെ മാം കവിത, കഥ എന്നിവ എഴുതാറുണ്ട്. അതുപോലെ അത് പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മാമിന്റെ ഒരു കവിത മഞ്ജരി ബുക്സിന്റെ മഹാകവിതയിൽ മാം ഒരു കവിത എഴുതിയിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചില്ല, ഉടൻ തന്നെ അത് പ്രസിദ്ധീകരിക്കും. പിന്നെ മാമിന് 2 മക്കളാണ്. ഒന്ന് മൂത്ത മകൾ ഷബാനം അജ്മാൻ സിറ്റി സ്കൂളിൽ സ്റ്റുഡൻസ് കൗൺസിലർ ആണ്. മകൻ മുഹമ്മദ് റിയാസ് സ്മാർട്ട് മീഡിയ കോളേജ് PGDMA കോഴ്സ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോം മാമിനെ ഞാൻ കൈമാറിക്കൊണ്ട്, മാം ഓവർ ടു യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജിഷ മാം, നല്ല വാക്കുകൾക്ക് ഒരുപാട് സന്തോഷം. നമുക്ക് നമ്മുടെ പുസ്തകത്തിലേക്ക് കടക്കാം അല്ലേ? അപ്പം ഇനി നമുക്ക് ഈ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുസ്തകത്തിന്റെ പേര് ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്ന ഡെയിൽ കാർണിഗയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ഒരു ഫേമസ് ആയ ഒരു അമേരിക്കൻ റൈറ്റർ ആണ്. അദ്ദേഹം ഈ സെയിൽസ്മാൻഷിപ്പ്, കോർപ്പറേറ്റ് ട്രെയിനിങ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്നിങ്ങനെയുള്ള മേഖലകളിൽ അദ്ദേഹം കോഴ്സുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. 1888 നവംബർ 24 മിസ്സോറിയിലെ മാരിവില്ല എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിന് പബ്ലിക് സ്പീക്കിംഗ്, അതുപോലെ തന്നെ സ്കൂൾ ഡിബേറ്റ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ബുക്കിനെ പറ്റി പറയാൻ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ, ദ ക്വിക്ക് ആൻഡ് ഈസി വേ ടു എഫക്റ്റീവ് സ്പീക്കിംഗ്, ദ ലീഡർ ഇൻ യു എന്നിങ്ങനെയുള്ള ബുക്ക് ഇനിയും ഉണ്ട്. അതിൽ കുറച്ച് ബുക്ക് മാത്രം ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. നമ്മുടെ ബുക്ക് ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്നുള്ള ബുക്കാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, അവനവൻ ചെയ്യുന്ന ജോലി എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ ഏത് ജോലിയായാലും അതിൽ നിന്നും എങ്ങനെ സന്തോഷവും സാറ്റിസ്ഫാക്ഷനും നേടാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലൂടെ നമ്മളെ ഡെയിൽ കാർണിഗി പരിചയപ്പെടുത്തി തരുന്നത്. ഈ പുസ്തകം 4 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകം വരുന്നത്. എന്റെ സബ് ഹെഡിങ്സും ഉണ്ട്. എന്നാലും മെയിൻ ആയിട്ട് 4 ഭാഗങ്ങളായിട്ടാണ് അദ്ദേഹം ഈ പുസ്തകം അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം അദ്ദേഹം പറയുന്നു, നോ യുവർ സെൽഫ്, നമ്മളെ കുറിച്ച് അറിയുക. നമുക്ക് പല കഴിവുകളുണ്ട്. നമ്മൾ അതൊന്നും അറിയാതെ മറ്റുള്ളവരെ അനുകരിക്കാനാണ് കൂടുതൽ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഈ ബുക്കിലൂടെ. മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ജീവിതത്തിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ചില ആൾക്കാരെ ഇന്റർവ്യൂവിന്റെ ഒക്കെ ഒരു ഓയിൽ കമ്പനിയില് ഇന്റർവ്യൂ ഉണ്ടായി. അപ്പൊ ഇന്റർവ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ചില ആൾക്കാര് ഇന്റർവ്യൂവിന് വരുന്നത് അവരെ ആയിട്ടല്ല
അവർ പറയുന്നതെന്നാ പറയുന്നത്. അത് ഈ ഇതിൽ പറയുന്ന കാര്യം അങ്ങനെയാണ്. ഓയിൽ കമ്പനിയിലെ മാനേജർ അങ്ങനെ പറഞ്ഞു, അവർ അവരെ ആയിട്ടല്ല അവതരിപ്പിക്കുന്നതെന്ന് ഓരോ ഇന്റർവ്യൂകളിലും. അപ്പൊ ഇവിടെയും ഏകദേശം ഇതൊക്കെ തന്നെയാ ചെയ്യുന്നത്. നമ്മൾ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ആയിട്ടല്ല, നമ്മുടെ കഴിവുകളേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ അനുകരിക്കാനാണ് കൂടുതലായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ ഹോളിവുഡിലെ ഒരു ഫേമസ് ഡയറക്ടറായ സോവുഡ് പറയുന്നു, ഹോളിവുഡിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, മറ്റുള്ള നടന്മാരെ അനുകരിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. മമ്മൂട്ടിയെ പോലെ ആകണം, മോഹൻലാലിനെ പോലെ ആകണം, എങ്ങനെ ആകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വിചാരിച്ചാല് ഈ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോ ഈ ഫേമസ് ആയ നടന്മാരെയൊക്കെ അനുകരിക്കാനായിട്ട് വളരെയധികം ശ്രമം നടത്തും. അനുകരണം ഒരു കലയാണ്. പക്ഷെ നമ്മളെ തിരിച്ചറിയാതെ മറ്റുള്ളവരെ അനുകരിക്കുമ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെ അനുകരിച്ചു കഴിഞ്ഞാലേ, ഇപ്പൊ ഉദാഹരണത്തിന് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നമ്മൾ അനുകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തുണ്ടാവും എന്ന് വെച്ചാല് അവരുടെ ആ പഴയ ശൈലികൾ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പുതിയ ശൈലികൾ വരണം. മറ്റുള്ള ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ അവരുടെ പുതിയ ശൈലികൾ വരണം. പഴയ ശൈലികൾ കണ്ടു കഴിഞ്ഞു എന്ന് പറയുന്നു അദ്ദേഹം. ഒരു കുട്ടിയുടെ ഒരു കഥയിലൂടെ അദ്ദേഹം പറയുന്നു അനുകരണത്തെ കുറിച്ചിട്ട്. ആ കുട്ടി നല്ല മിടുക്കിയായ ഒരു പാട്ടുകാരിയാണ്. ഒരു ബസ് കണ്ടക്ടറുടെ മകളാണ്. ഈ കുട്ടി ഒരു ദിവസം ഒരു ക്ലബില് പാട്ട് പാടാനായിട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നു. അപ്പൊ ആ കുട്ടിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ പല്ലിങ്ങനെ ഉന്തി നിൽക്കുന്നുണ്ട് മുന്നോട്ട്. ഈ കുട്ടി മിടുക്കിയാണ്, പാട്ട് പാടാനൊക്കെ അറിയാം. അവിടെ ചെന്ന് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പാട്ട് തുടങ്ങി. പക്ഷെ കുട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഉന്തിയ പല്ലുകളിലാ. പാട്ട് നന്നാവുന്നില്ല. അങ്ങനെ പാട്ട് ഒരുവിധം അവസാനിപ്പിച്ചു. കാണികളിൽ ഒരാൾ വന്ന് പറഞ്ഞു, സ്വന്തം കഴിവിനെയാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഉന്തി നിൽക്കുന്ന പല്ലിനെ നീ ശ്രദ്ധിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്റെ പാട്ട് വളരെ മനോഹരമാവുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെ പോലെ അനുകരിച്ച് ഞാൻ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യാൻ എന്ന് വിചാരിച്ചാണ് കുട്ടി ആ രീതിയിൽ അങ്ങനെ പെർഫോം ചെയ്തത്. വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് പാട്ടുപാടി തീർത്തത്. അപ്പൊ സ്വന്തം കഴിവുകളിൽ നോക്കുക, അല്ലാതെ നമ്മളുടെ ബാഹ്യമായ മോടിയിലല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ കുട്ടി പിന്നെ മിടുക്കിയായ ഒരു പാട്ടുകാരിയും ഒരു പ്ലേബാക്ക് സിംഗറും അതുപോലെ തന്നെ ഒരു നല്ല ഒരു പിന്നെ റേഡിയോയിലൊക്കെ പാടുന്ന നല്ലൊരു സിംഗറായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ അനുകരണം എന്ന് പറയുന്നത് വളരെ നല്ലതല്ല എന്ന് അദ്ദേഹം വ്യക്തമായി ഇതിൽ നമ്മളെ ബോധിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ് ഈ ബുക്കിലൂടെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന് അദ്ദേഹം പറയുന്നു. ആ വ്യത്യസ്തരാണ് എന്ന് പറയുന്നത് അതില് ഒരു പിതാവിന്റെയും ഒരു മാതാവിന്റെയും 23 ക്രോമസോമുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്, ഭ്രൂണം ഉണ്ടാകുന്നത്. അപ്പോ അതിൽ ഒരുപാട് ജീനുകളുണ്ട്. ഈ ജീനുകളില് അതിൽ ഒരു ജീൻ വളരെ നന്നായാൽ മതി നിങ്ങളുടെ ലൈഫ് നന്നാവാൻ. അപ്പൊ നമ്മുടെ ഒരു ജീൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീൻ വളരെ നന്നായി കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ള ഒരു ചിന്തയാണ് അദ്ദേഹം അവിടെ പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 300 സഹോദരന്മാരുണ്ടെന്ന് വിചാരിക്കും. ഈ സഹോദരന്മാര് എത്ര 300 എന്നല്ല, എത്ര സഹോദരന്മാർ നിങ്ങൾക്ക് ഉണ്ടായാലും അതിൽ ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പൊ ഡെയിൽ കാർനെഗി പറയാണ്, എത്ര ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും ഞാൻ തന്നെയായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോയിറ്റ്, ഡഗ്ലസ് എന്ന ഒരു പോയിറ്റിനെ പറ്റി ഈ പുസ്തകത്തിൽ പറയുന്നു. അദ്ദേഹം പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, മലമുകളിലെ ഒരു പൈൻ മരമാകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും അതിനെക്കുറിച്ച് പറയാണ്, അദ്ദേഹം പൈൻ മരമാകാൻ വിചാരിച്ചു, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ നിങ്ങൾക്ക് പൈൻ മരമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറുമരമായെങ്കിലും ഉയർന്നു നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ചെറുമരമാകാൻ സാധിച്ചില്ല എങ്കിൽ ഒരു കുറ്റിച്ചെടിയെങ്കിലും നിങ്ങളാകൂ. കുറ്റിച്ചെടിയാകാൻ സാധിച്ചില്ലെങ്കിൽ വഴിയോരത്തെ ഒരു നാട്ടുപച്ചപ്പെങ്കിലും ആകൂ. അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമുക്ക് ചെറുമരമാകെ, ഇപ്പോ യൂസഫ് അലിയെ പോലെയോ അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരെ പോലെയോ
ആകണമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ഉയർന്ന് നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കുക, നമ്മുടെ അസ്തിത്വം മാനിച്ചുകൊണ്ട്, ആ ഒരു കാര്യമാണ് ഡേൽ കാർണഗി ഇവിടെ വളരെ വ്യക്തമായി പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഈ പ്രകൃതി നിങ്ങൾക്ക് ഒരുക്കി തന്ന നിലം വളരെ ഭംഗിയായി ഉഴുത് നിങ്ങൾ സ്വയം വിളവെടുക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയധികം വളരെയധികം അദ്ദേഹം അനുകരണത്തെ വളരെയധികം അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നു ആങ്സൈറ്റി ഒഴിവാക്കാനായിട്ട് 4 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആങ്സൈറ്റി ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നു മേശപ്പുറം വൃത്തിയായി വെക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്, മേശപ്പുറം വൃത്തിയായി വെക്കുക എന്നുള്ളത്? മേശപ്പുറം ആർക്കെങ്കിലും പറയാൻ പറ്റൂ? മേശപ്പുറം വൃത്തിയായി വെക്കുക എന്ന് പറയുന്നുണ്ട് അതില്. ഞാൻ തന്നെ പറയാം. ഓക്കെ. അപ്പൊ മേശപ്പുറം വൃത്തിയായി വെക്കുക എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എപ്പോഴും നീറ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഓഫീസില് ഒരുപാട് വർക്കുകൾ ഉണ്ട്, ടേബിളിന് മുകളിൽ ഒരുപാട് സാധനങ്ങൾ കുന്നുകൂടി കിടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ കുന്നുകൂടി, ഒരു സെക്കൻഡ്, ചെറിയ ടെക്നിക്കൽ പ്രശ്നം വേടപ്പ് വരും. ഓക്കെ. കുഞ്ഞു സാറെ തൃശ്ശൂർക്ക് കണ്ടില്ല. എന്താണ് ആംഗ്യ ഭാഷയിലാണല്ലോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അത് സെറ്റിങ്സില് ഇപ്പൊ എന്താ ഇതിട്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ എന്റെ കൈകൊണ്ടൊക്കെ ഇട്ട് കാണിക്കലൊക്കെ പറ്റിയുള്ളൂ. അത് ശരി. അതെ, ഇന്ന് വേറെ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വരാൻ പറ്റാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ അവതാരക എത്തിയിട്ടുണ്ട്. ഓക്കെ മാഡം, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു സർ. അപ്പം മേശപ്പുറം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ മേശപ്പുറം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് വെച്ചാല്, ഈ കുമ്പാരമായി ഇതിങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മള് ഒരു കാര്യവും നോക്കിയാൽ കിട്ടില്ല, ആളെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കും. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ അത് ഓർഡറായിട്ട് എല്ലാം വൃത്തിയാക്കി വെക്കുക എന്നുള്ളത്. അപ്പൊ അവിടെ അദ്ദേഹം തമാശ രൂപേണ ഈ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം എന്താണെന്നറിയോ, ഈ ഒരു ദിവസം ഈ മേശപ്പുറം വൃത്തിയാക്കാനായി തീരുമാനിച്ചു. ഒരു പത്രം ഓഫീസിൽ മേശപ്പുറം വൃത്തിയാക്കാനായിട്ട് ഒരു പത്രാധിപർ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ഇതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയില് 2 കൊല്ലം മുമ്പ് കാണാതായ ടൈപ്പ് റൈറ്റർ അവർക്ക് അത് കണ്ടുപിടിക്കാനായി എന്ന് പറയുന്നുണ്ട്. 2 കൊല്ലം മുമ്പ് അത് കാണാതായതാ. അപ്പൊ അത്രയും കുന്നുകൂടി ഓഫീസിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ പേപ്പർ കെട്ടിന്റെ ഉള്ളിലൊക്കെ കിടക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇതൊരു തമാശ രൂപേണ അദ്ദേഹം പറയുന്ന കാര്യമാണ്. അപ്പോ അത്രയും അധികം ശ്രദ്ധിക്കണം നമ്മള് എപ്പോഴും നീറ്റായിട്ട്. ഇപ്പൊ ഒരു വീട്ടിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ അത് വളരെ നീറ്റും വളരെ നല്ല കാമായിട്ടും നല്ല ഇതായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലേ. അവിടെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഓർഡറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഈ പ്രോബ്ലം വേഗം തന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറയുന്നുണ്ട്. അല്ലാതെ അത് മാറ്റി വെച്ചിട്ട് അത് കുറച്ച് കഴിയട്ടെ, ഇപ്പൊ ഒരു ഡോക്ടറെ കാണണം, കുറച്ച് കഴിയട്ടെ പിന്നെ കാണാം എന്നുള്ള ആ ഒരു നിലപാടെടുക്കാതെ നമ്മൾ വേഗം തന്നെ അതിനെ സോൾവ് ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത്, എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നു. ഇപ്പൊ വാഷിംഗ്ടൺ DC ഓഫ് കോൺഗ്രസിൽ എഴുതി വെച്ചിരിക്കുന്നത് ഓർഡർ ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് ഹെവൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ DC ഓഫ് കോൺഗ്രസിൽ അവിടെ അതിന്റെ ഫ്രണ്ടില് കവാടത്തിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഓർഡറിനെയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന്റെയും കാര്യങ്ങൾ പ്രത്യേകം അദ്ദേഹം അതിലെടുത്ത് പറയുന്നു. ഈ അമേരിക്കയിലെ ഒരു കമ്പനിയില്
ഹെൻറി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ പറയുകയാണ്, അദ്ദേഹം ഒരാളെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്ന്. 2 കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒരാളെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? അയാളുടെ കോൺഫിഡൻസ് ലെവൽ നോക്കൂ. കോൺഫിഡൻസ് ലെവൽ, കോൺഫിഡൻസ് ലെവൽ, പിന്നെ മൊത്തത്തിലൊരു അപ്പിയറൻസ്. ഓക്കെ. പക്ഷേ ഇവിടെ ഡെയിൽ കാർണഗി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുണ്ടോ എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ചിന്തിച്ച് ഇപ്പം ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ റാങ്ക് ഹോൾഡേഴ്സും ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ ഓരോ ഇന്റർവ്യൂകളിലും ഒക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് നോക്കുന്നത് സ്മാർട്ട്നെസ്, തിങ്കിങ് എബിലിറ്റി, ഇതൊക്കെയാണ് അവർ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പൊ ഇതില് ആ കമ്പനിയിലെ ഇന്റർവ്യൂവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളാണോ, സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളാണോ എന്നാണ് അവർ നോക്കുക എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യവും, ടെൻഷൻ ഫ്രീ ആവാൻ അടുത്തൊരു കാര്യവും പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമുക്കൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ നമ്മളൊരു സ്കൂളിലാണ്, ഹെഡ് മിസ്റ്റർ ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആണ് എന്നുണ്ടെങ്കിൽ വലിയൊരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്നു, കുറെ വർക്ക് ഉണ്ട്, ഹെവി വർക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് മുഴുവൻ തലയിൽ വെച്ചിട്ട് അയ്യോ എനിക്ക് വർക്കാണ് എന്നൊക്കെ പറഞ്ഞ് ആകെ അങ്ങോട്ട് തലയിൽ കയറ്റി വെച്ച് ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചെയ്യുന്നുണ്ട്, പക്ഷെ അദ്ദേഹം അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്ത് ഇതുണ്ടായാലും അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഭാരം കുറയും, ആ വർക്ക് വളരെ ഈസി ആയിട്ട് മാറുകയും ചെയ്യും എന്ന് പറയുന്നു. അങ്ങനെയാണ് ടെൻഷൻ ഫ്രീ ആകാനുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, അതായത് ഇത് ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും ചെയ്യാവുന്ന, നമ്മുടെ ജീവിതത്തിലും ചെയ്യാവുന്ന കാര്യങ്ങളെ പറ്റി തന്നെയാണ് ഈ ബുക്കിലൂടെ പറഞ്ഞു വരുന്നത്. പിന്നെ നമുക്ക് എപ്പോഴാ തളർച്ച തോന്നുന്നത്? ഒന്ന് പറയാമോ? ജോലിയോട് ഇഷ്ടമല്ലാതെ വരുന്ന സമയത്ത്, ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോ കുറെ ജോലി ഒരുമിച്ച് വരുമ്പോ മനസ്സ് ടൈർഡാകുമ്പോൾ ക്ഷീണം തോന്നും. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇവിടെ ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഇതൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്താണെന്ന് വെച്ചാല്, നമ്മുടെ തലച്ചോറ് 8 മുതൽ 12 മണിക്കൂർ നിരന്തരമായി വർക്ക് ചെയ്താലും അതിനൊരു ക്ഷീണവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എങ്ങനെയാ നമുക്ക് അതിന് വേഗതയും നഷ്ടപ്പെടില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എങ്ങനെയാ നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അദ്ദേഹം അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരുന്നു. അതായത് ഒരാള് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഇഷ്ടത്തോടു കൂടി ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അയാളുടെ തലച്ചോറിലെ, ചില ശാസ്ത്രജ്ഞന്മാർ നടത്തിയ ഒരു കണ്ടുപിടുത്താണ്, തലച്ചോറിലെ ബ്ലഡ് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തളർച്ചയുടെ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്, വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ. അതേസമയം ഒരു ദിവസ വേതനക്കാരൻ, അതായത് ഡെയിലി വേജസിന് ജോലി ചെയ്യുന്ന ആള്, ഇത് എപ്പോ കഴിയും, ഉച്ചയായി അല്ലെങ്കിൽ ഇപ്പൊ കഴിയാറായി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആളുടെ തലച്ചോറിലെ ബ്ലഡിൽ എടുത്ത് പരിശോധിച്ചാൽ തളർച്ചയുടെ എലമെന്റ്സ് അതിൽ കണ്ടെത്താനാകുമെന്ന് ഡെയിൽ കാർണഗി പറയുന്നു. അപ്പം ഇതില് അദ്ദേഹം പറയുന്നത്, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാല്, നമുക്ക് ഒരാൾക്ക് സുഖകരമായ നല്ല ഉറക്കവും ഭക്ഷണവും എല്ലാം കഴിച്ച് നമ്മുടെ ആരോഗ്യം വളരെ നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് തളർച്ച വരിക എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇമോഷണലി നമുക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ തളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരിഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നമുക്ക് വളരെ അരോചകമായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ തളർച്ച വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നു, ഒരു ആലിസ് എന്നൊരു പെൺകുട്ടിയുടെ ഒരു ചെറിയൊരു കഥ പറയുന്നുണ്ട്. ഈ കുട്ടി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു, വീട്ടിലേക്ക് എത്തി, വളരെ ടയേർഡായി, തലവേദന, ക്ഷീണം, കിടന്നു. ക്ഷീണമൊക്കെ കഴിഞ്ഞു ഇങ്ങനെ ഭയങ്കര തളർച്ചയോടുകൂടി കിടന്ന ആളങ്ങനെ ഉറങ്ങിപ്പോയി, ക്ഷീണിച്ച് ഇങ്ങനെ ഉറങ്ങിപ്പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു ഫ്രണ്ടിന്റെ ഫോൺ, രാത്രിയിൽ ഒരു DJ പാർട്ടി ഉണ്ട്,
വേഗം വായോ റെഡി ആയിക്കോന്നു. ഉടനടി എഴുന്നേറ്റ് ഫ്രഷായി DJ പാർട്ടിക്ക് പോയി രാത്രി മുഴുവൻ ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളി വന്ന് അതിന്റെ എക്സൈറ്റ്മെന്റിൽ രാത്രി ഉറങ്ങിയേയില്ല. അപ്പൊ എവിടെയാ ഈ തളർച്ച വന്നത്? മനസ്സിനാണ് ഈ തളർച്ച വന്നതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ഇതിലൂടെ പറയുന്നു. ഇങ്ങനെ നമുക്ക് ചില സമയത്ത് അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ മനസ്സിന് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മനസ്സിന് ഒക്കെ ഈ ഒരു ടെൻഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ ഓരോ അവയവത്തിന്റെയും മസിൽസിനാണ് റിലാക്സേഷൻ കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ഒരു പാരഗ്രാഫ് വായിച്ചു, വളരെ ക്ഷീണം തോന്നി, ടയേർഡായി, നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മുടെ കണ്ണുകളിലെ മസിൽസിനോട് റിലാക്സ് എന്ന് പറയാനാ പറയുന്നത്, കൂൾ, റിലാക്സ് എന്ന് പറയാൻ. അതുപോലെ തന്നെ ഒരു മുഖം, കഴുത്ത്, ഷോൾഡർ എന്നിങ്ങനെയുള്ള ഭാഗങ്ങളോട് റിലാക്സ് ചെയ്യാൻ പറയാം. അപ്പൊ നമുക്ക് അവിടെ പെയിൻ തോന്നുക, നമുക്കവിടെ സ്ട്രെസ് തോന്നുക, നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ നെർവ് എനർജിയിലെ 4/1 ഭാഗം ഈ പുറത്തേക്ക് എനർജി ചെലവായി പോകുന്നത് കണ്ണുകളിലൂടെയാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോ ഇങ്ങനെ നമ്മൾ എപ്പോഴും റിലാക്സ് ചെയ്യണം. അപ്പൊ നമുക്കിപ്പോ ട്രെയിനേഴ്സിനായാലും റിലാക്സേഷൻ നല്ലതാ. ഇപ്പൊ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആണ് നമുക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ട്, ഫ്രീ ഉണ്ട്. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഒരു ഗാലി ഗർസി എന്നൊരു ഗായിക പാടാൻ പോകുന്നതിന് മുമ്പ് കസേരയിൽ ഇങ്ങനെ ഫുൾ റിലാക്സ് ആയിട്ട് അയഞ്ഞ് ശരീരമൊക്കെ ഇങ്ങനെ ഒരു സോക്സ് പോലെ തളർത്തി അങ്ങോട്ട് ഇടും. എന്നിട്ട് ഇങ്ങനെ അയഞ്ഞിട്ട് അവസാനം കുറച്ച് സമയമാകുമ്പോ ഫുൾ എനർജറ്റിക് ആയിട്ട് വന്നിട്ട് സ്റ്റേജിൽ നിന്ന് വളരെ സൂപ്പറായിട്ട് പാട്ട് പാടുന്ന പറയുന്നത്. അപ്പം അദ്ദേഹം പറയുന്നു നമ്മളുടെ മസിൽസിനാണ് നമ്മൾ റിലാക്സേഷൻ കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അടുത്തതിലേക്ക് അദ്ദേഹം പറയുന്നു, തളർച്ച തോന്നാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമല്ല ചില കാര്യങ്ങളൊക്കെ വരുന്ന തളർച്ച വന്നു, മാനസികമായിട്ട് നമ്മൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾക്ക് തളർച്ച തോന്നാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ട് ആക്ട് ചെയ്യുക. അതിനെ ഇഷ്ടപ്പെടാൻ നിവർത്തിയില്ലല്ലോ, അപ്പൊ പിന്നെ ഇഷ്ടമുള്ളത് പോലെ അങ്ങോട്ട് ആക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് വേഗത്തിലാക്കുക, സ്പീഡാക്കുക. എന്നിട്ട് അതിനെ എൻജോയ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. ഇത് വളരെ ഈസിയാണ് എന്ന് തോന്നുന്ന വിധത്തിലായിരിക്കണം നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ താനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോളൂ എന്നാ പറയുന്നത്. പിന്നെ അദ്ദേഹം വേറൊരു തമാശ രൂപേണ വേറൊരു കാര്യവും ഇതിൽ പറയുന്നുണ്ട്. നല്ല രസകരമായിട്ടാണ് ഈ ബുക്ക് പോകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നു, ചില ആൾക്കാര് ഈ ഇഷ്ടമില്ലാത്തതിനെ ചിലർ ഇഷ്ടപ്പെട്ട് ചെയ്താൽ വളരെ എൻജോയബിൾ ആയിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒരു പ്രിയ സഖിക്കൊത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രിയ സഖി എന്ന് ഉദ്ദേശിച്ചത് കാമുകിയായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കാമുകനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം. അപ്പൊ ഇഷ്ടപ്പെട്ട ആളോടൊത്ത് നടക്കാൻ പോവുകയാണെങ്കിൽ ആയിരിക്കും അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എപ്പോഴും പിറുപിറുത്തുകൊണ്ടിരിക്കുന്ന ഭാര്യയുമായി നടക്കാൻ പോകാൻ ഒരു സുഖമില്ല. അപ്പൊ അവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ എൻജോയ് ചെയ്യും, ഇഷ്ടപ്പെടാത്തതിനെ എൻജോയ് ചെയ്യില്ല. പക്ഷേ എൻജോയ് ചെയ്യുന്നതായി നമ്മൾ എൻജോയ് ചെയ്യുന്നതായി നമ്മൾ ഇതിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, ചിലര് ഇല്ലാത്തതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കാതെ എനിക്ക് അതില്ലല്ലോ, എനിക്ക് ഇതില്ലല്ലോ എന്നോർത്ത് വളരെ വിഷമിക്കുന്ന ഒരുപാട് പേരെ അദ്ദേഹം പറയുന്നുണ്ട്. ഇതില് ഹരോൾഡ് എന്ന് പറയുന്ന ഒരു റൈറ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്. തെരുവിൽ ഷൂസ് ഇല്ലാതെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ തെരുവിൽ ഷൂസേ ഇല്ല, 2 കാലുകളും ഇല്ല അദ്ദേഹത്തിന്, കാലുകളില്ലാത്ത ഒരാളെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ ഇതുപോലെ കരഞ്ഞിരുന്നു. ഷൂസ് ഇല്ലാത്തതിനെ ഓർത്ത് ഞാൻ കരഞ്ഞിരുന്നു. അപ്പം ഇല്ലാത്തതിനെ ഓർത്തിട്ടല്ല നമ്മള്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല് കാലുകൾ എനിക്കുണ്ടല്ലോ, അവിടെ
അദ്ദേഹത്തിന് കാല് പോലും ഇല്ല. എന്നിട്ട് അദ്ദേഹം ചിരിച്ചിട്ട് പറയാണ്, അദ്ദേഹത്തെ കണ്ടപ്പോ ഒരു പുലർച്ചെ അദ്ദേഹത്തെ കണ്ടപ്പോ പറയാണ് ചിരിച്ചുകൊണ്ട്. അപ്പൊ ഇദ്ദേഹം അങ്ങനെ വിഷമിച്ചിട്ട് വരികയാണ്, ഷൂ ഇല്ലാന്ന് വെച്ചിട്ട്. ചിരിച്ചുകൊണ്ട് പറയാണ്, ഗുഡ് മോർണിംഗ് സാർ, ഇന്ന് നല്ലൊരു പ്രഭാതമാണല്ലോ. അപ്പോ അദ്ദേഹത്തിന്റെ ആ വിഷമമൊക്കെ മാറി. ഭയങ്കര ഒരു മനസ്സിനൊരു ഇതായി. കാരണം എന്തോ, ഞാൻ ഇല്ലാത്തതിനെ ഓർത്താണല്ലോ വിഷമിച്ചിരിക്കുന്നത്. വേറൊരു കാര്യം അദ്ദേഹം പറയുന്നു, പസഫിക് സമുദ്രത്തിലെ പൊങ്ങുതടി പോലെ 21 ദിവസം ഇങ്ങനെ കിടന്ന ഒരാളോട് ചോദിക്കുകയാണ്, ഈ ഒരു അവസ്ഥയെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, കഴിക്കാൻ ഭക്ഷണവും പിന്നെ കിടക്കാൻ നല്ലൊരു വീടുമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പരിതപിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അവിടെ അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹത്തിന്റെ ആ കാര്യമാണ്. കിടക്കാൻ ഒരു വീടും കഴിക്കാൻ ഭക്ഷണവും ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ നമ്മുടെ ജീവിതമൊക്കെ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് അത്രയും അവിടെ അനുഭവിച്ച വ്യക്തി പറയുന്നു. ഇങ്ങനെയൊരു അവസ്ഥ ഏറ്റവും സന്തോഷകരമായി പോകേണ്ടത് നമുക്ക് ഉള്ളതിനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കുകയാണ് വേണ്ടത്, ഇല്ലാത്തതിനെ നമ്മൾ ഒരിക്കലും ഓർക്കരുത് എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, 90 നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാണ് 10 വിഷമ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ ഇങ്ങനെ ബുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇത് കുറെ ഉണ്ട് ഇതില്. പക്ഷെ ഇനി അടുത്ത പറയുന്നു, നമ്മൾ ഒരാളെ വിമർശനം നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ, നമ്മളെ ആൾക്കാർ ആരെങ്കിലും ഒക്കെ വിമർശിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ചത്ത നായയെ ആരും ചവിട്ടാറില്ല എന്ന് പറഞ്ഞു. അവിടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, ഒരു ചത്ത നായ വഴിയിൽ ഇങ്ങനെ കിടന്നു പോവുകയാണെങ്കിൽ കിടക്കുകയാണെങ്കിൽ നമ്മള് അതിനെ പോയിട്ട് 2 ചവിട്ട് വിട്ടില്ല. പക്ഷെ ഒരു വളരെ ശൂരതയോടെ നിൽക്കുന്ന ഒരു നായയാണെങ്കിൽ നമ്മൾ അതിനെ ഓടിക്കാനായിട്ടും വളരെ ഇതായിട്ട് നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും അതിനെ മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പോ അവിടെ പറയുന്നത്, അതിനൊരു ശൗര്യവുമില്ല, ഒന്നുമില്ലാത്ത ആ നായയെ നമ്മൾ എന്തിനാ ഇങ്ങനെ ചവിട്ടി ഇതാക്കുന്നത്? ഉള്ളതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് എന്ന് പറയാം. അപ്പൊ നമ്മളിൽ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിൽ വിമർശനം വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമുണ്ട്, അനർഹമായ വിമർശനം വേഷം മാറി വരുന്ന പ്രശംസയാണെന്ന് പറയുന്നു അദ്ദേഹം. കാരണം ഇവിടെ നമ്മൾ ഒരാൾ വിമർശിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവ് കണ്ടെത്താൻ ശ്രമിക്കുക. അതിനുള്ളിൽ നമുക്കൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിനെ ആ കാര്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അതിൽ നമ്മൾ വിഷമിച്ചിരുന്നിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. ഈ വിമർശിക്കുന്ന ആൾക്കാര് ഇപ്പം അത് കഴിഞ്ഞ് അവരത് മറക്കും. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ പാതിരാത്രി കഴിഞ്ഞിട്ടും ഒരാള് എന്തെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ അത് ആ ആളെ പറ്റി തന്നെയായിരിക്കും. നമ്മളെ പറ്റി അദ്ദേഹം മറ്റുള്ളവരെ ഓർത്ത് വിഷമിക്കാറൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളെ ഓർത്ത് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിരിക്കാറില്ല. പാതിരാത്രി കഴിഞ്ഞ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ഓർക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ പറ്റി മാത്രമായിരിക്കും. പിന്നെ നമ്മൾ എന്തിന് അവരാലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവര് ചിന്തിക്കുന്നുണ്ടോ, ഈ വിമർശനങ്ങളൊക്കെ ഏൽക്കുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് സമയം പാഴാക്കേണ്ടതില്ല. ഇനി അദ്ദേഹം പറയുന്നു, വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പെരുമഴയാണ് വിമർശനമെങ്കിൽ ഒരു കുട നിവർത്തി നമ്മൾ നിൽക്കണം. എന്നിട്ട് ചിരിച്ച് വളരെ മൗനമായിട്ട് അതിനെ നേരിടണം. കുട നിവർത്തി നിൽക്കുമ്പോൾ വിമർശനങ്ങളായ പെരുമഴ നമ്മുടെ കുടയ്ക്ക് മുകളിലൂടെ അങ്ങനെ ഒഴുകിപ്പോക്കോളും. നമ്മൾ മൗനം പാലിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. ഇനി വിമർശിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? വിമർശിക്കപ്പെടുമ്പോൾ ആ ആളുടെ അഭിമാനത്തിനാണ് ഏറ്റവും വലിയ പ്രശ്നം പറ്റുക. അഭിമാനം നഷ്ടപ്പെടും, ആൾക്ക് നീരസം വരും, ഒരാളോട് വെറുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട്, അവഗണന തോന്നാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ പറയുമ്പോ നമ്മൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് വളരെ ആലോചിച്ച് വേണം പറയാൻ. ഇപ്പൊ മക്കളെയൊക്കെ വിമർശിക്കുന്ന സമയത്ത് വളരെ ക്രൂരമായിട്ടൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ അത് അവരുടെ ഒരു മനസ്സിനെ കുറിച്ച് ആലോചിക്കാതെയാണ് അതിങ്ങനെ പറയുക. നീ അങ്ങനെയാവുള്ളൂ, നീ ഇങ്ങനെയാവുള്ളൂ, നീ ഇങ്ങനെ പോയാൽ ഇങ്ങനെ നശിക്കുള്ളൂ, അല്ലെങ്കിൽ നീ പിന്നെ തെങ്ങിന്റെ തടെടുക്കാൻ പോകും, ചായപ്പിടിയില് ഗ്ലാസ് കഴുകാൻ പോകും, ഇങ്ങനെയൊക്കെ വചനങ്ങൾ ഇങ്ങനെ ഇഷ്ടം പോലെ രാവിലെ കുട്ടികളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും.
അപ്പം ഇതില്ല, ഇതൊക്കെ ഒരു സിമ്പിൾ, അതിലപ്പുറത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ള് നീറുന്നുണ്ടെന്നുള്ള കാര്യം പാരന്റ്സ് വളരെയധികം ഓർക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ലിവിങ്സ്റ്റൺ എന്ന ഒരു റൈറ്റർ ഒരു ആർട്ടിക്കിൾ എഴുതി. അതില് അദ്ദേഹം പറയുന്നു, അദ്ദേഹം വളരെ വേദനയോട് കൂടിയാ പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകമൊക്കെ വായിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ഉറങ്ങാൻ പോയി. അങ്ങനെ ഇദ്ദേഹം പുസ്തകമൊക്കെ വായിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ പുസ്തകം മടക്കി വെച്ചിട്ട് കുട്ടിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കുട്ടിയെ കുറിച്ച് ഓർക്കുകയാണ്. എന്താണ് കുട്ടിയെ കുറിച്ച് ഓർത്തത്? സ്കൂളിലെ പോകാൻ നേരത്ത് തോർത്തുകൊണ്ട് മുഖം തുടച്ചതിന് ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോട്ട് എങ്ങനെ ആലോചിക്കുന്നത്, ഷൂസ് വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ കുറെ വഴക്ക് പറഞ്ഞു. ഗുഡ് ബൈ ഡാഡി എന്ന് പറഞ്ഞ് ടാറ്റ നിന്നപ്പോൾ ഷോൾഡർ നേരെ പിടിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ മുഖം ഉയർത്തി അവനെ ഞാൻ നെറ്റി ചൊളിച്ചൊന്ന് നോക്കി. അതുപോലെ തന്നെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് സോക്സിന് വൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞാൻ നാണം കെടുത്തി. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്റെ മകന്? എന്നിട്ടും അവൻ എന്നെ കെട്ടിപ്പിടിച്ച് അവൻ എനിക്ക് ഉമ്മ തന്നില്ലേ, ഗുഡ് നൈറ്റ് ഡാഡി എന്ന് പറഞ്ഞ് അവൻ കിടന്നില്ലേ. അത് അച്ഛൻ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമായി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇനി ചിന്തിക്കും, അവൻ ഒരു കുട്ടിയാണ്, വെറും ഒരു കുട്ടി എന്ന് ഞാൻ ചിന്തിക്കുമെന്ന് അദ്ദേഹം വളരെ മനസ്താപത്തോടു കൂടിയ ഒരു ആർട്ടിക്കിൾ എഴുതി, ഈ ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞ അദ്ദേഹം. അപ്പം അവിടെ മാതാപിതാക്കൾ ഇവിടെ ചിന്തിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ടും, അതായത് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇതൊന്നുമല്ല, ഒരുപാടുണ്ട്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അവരെ മനസ്സിലാക്കിയിട്ട് എംപത്തറ്റിക് ആയിട്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യണം. ഇപ്പോഴത്തെ കുട്ടികളെ വിമർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷം നമ്മൾ ചിലപ്പോൾ വൃദ്ധസദനത്തിലായിരിക്കും. ആ ഒരു ഘട്ടത്തിലേക്കാണ് എല്ലാ മാതാപിതാക്കളും പോകുന്നത്. വളരെ തന്മയത്തോടു കൂടി അവരെ ചേർത്ത് പിടിച്ച് സ്നേഹത്തോടു കൂടി നിന്നാൽ അവരിൽ ഒരു സ്ഥാനം നമുക്ക് കിട്ടും. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല ഇപ്പോൾ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും. പിന്നെ വേറൊരു കാര്യം അദ്ദേഹം പറയുന്നു, അപ്രീസിയേഷൻ കിട്ടുന്ന കാര്യം. അപ്രീസിയേഷൻ എല്ലാവർക്കും ഇഷ്ടമാണ്, വളരെയധികം ഇഷ്ടമുള്ളതാണ്. വിമർശനം സ്വീകരിക്കുന്നവരുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ അപ്രീസിയേഷൻ ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോ ഈ ചിലവരുണ്ട് അപ്രീസിയേഷൻ കിട്ടാൻ വേണ്ടി വലിയ വീടുകളൊക്കെ പണിത്, ഇപ്പുറത്തുള്ള വീടിനേക്കാൾ വലിയ വീടുകളൊക്കെ പണിത്, വലിയ വീടുകളൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞിട്ട് ചാരിറ്റിയുടെ പേരിൽ ചാരിറ്റി കൊടുക്കുന്നുണ്ടാകും, പക്ഷെ ഇപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലിടും. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ അംഗീകാരം കിട്ടുക എന്നുള്ള കാര്യമാണ്. ഏത് വഴിയിലൂടെ ആയാലും മനുഷ്യന് അംഗീകാരം കിട്ടിയേ പറ്റൂ. ദാഹിക്കുകയാണ് എല്ലാവരും അംഗീകാരത്തിന് വേണ്ടി. അതിന് വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹം അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇന്നത്തെ സമകാലികമായ ഒരു കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വീട് വിട്ടു പോകുന്ന സ്ത്രീകളെ പറ്റിയിട്ട് വേണ്ടത്ര അംഗീകാരവും സ്നേഹവും ഇല്ലാത്തത് കൊണ്ടാണ് സ്ത്രീകൾ വീട് വിട്ടു പോകുന്നത്. ഒരു ഭർത്താവ് ഭാര്യയോട് ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ വന്നാലും നിന്നോടൊപ്പം ഞാനുണ്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അഭിനന്ദിക്കുകയാണെങ്കിൽ, ഒരുപാട് സ്നേഹം കൊടുക്കുകയാണെങ്കിൽ ഒരു ഭാര്യയും അങ്ങനെ വീട് വിട്ടു പോകില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഭർത്താക്കന്മാരുടെ കാര്യത്തില് അങ്ങനെയും ശരി തന്നെയാണ്. കാരണം ഭാര്യമാരുടെ നല്ല സ്നേഹവും പിന്തുണയും എല്ലാം വേണം, സപ്പോർട്ടും വേണം, എല്ലാം ഭർത്താവിനും കിട്ടുകയാണെങ്കിൽ രണ്ടു കൂട്ടരുടെയും ജീവിതം വളരെ സുന്ദരമായിട്ട് മുന്നോട്ട് പോകും. അതേസമയം എപ്പോഴും വിമർശനാണ്, മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറയാണ്, ഇഷ്ടപ്പെട്ടില്ല, വളരെ മോശമായ രീതിയിൽ പ്രതികരണം, ഒരു സന്തോഷത്തോടുകൂടി ഒരു കാര്യം വരുമ്പോൾ അതിനെ ഒരു ശ്രദ്ധയില്ലാണ്ട് വളരെ ലാഘവത്തോടുകൂടി കണ്ടു കഴിഞ്ഞാൽ അപ്രീസിയേഷൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാര്യയും അത് സഹിക്കില്ല. ഇത് കിട്ടി വരുമ്പോൾ അവർക്കൊരു കിട്ടാൻ ആൾക്കാരെ കിട്ടും. വേറെ എല്ലാരെ കാര്യമല്ല കേട്ടോ പറയുന്നത്. അങ്ങനെ കിട്ടാൻ ആൾക്കാരെ കേൾക്കാനൊക്കെ ആൾക്കാരെ കിട്ടുമ്പോൾ അതൊക്കെ അവര്
ഇറങ്ങി വീട് വിട്ടു പോവാണ്. അങ്ങനെയും പോവാം, അല്ലാതെ സ്വന്തമായി ജീവിക്കാൻ, സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ടും അവർ ഇറങ്ങിപ്പോയേക്കാം എന്ന് അദ്ദേഹം ഈ ബുക്കിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഈ ബുക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പിന്നെ ഒരു കാര്യം പറയുന്നത് ഈ മുഖസ്തുതിയെ പറ്റിയാണ്. എന്താണ് മുഖസ്തുതി എന്ന് പറയാമോ? ഇല്ലാത്ത കാര്യം അതായത് മറ്റൊരാളിൽ നിന്ന് എന്തൊക്കെ പറയുന്നുണ്ടെന്ന് ഒരു ഡെഫിനിഷൻ പോലെ. വേണ്ടിയാണ്. അതെ അതെ അതെ. ഹായ്. അതുപോലെ തന്നെ മറ്റൊരാളിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി അയാളെ കുക്കി പറയുന്നത് മുഖസ്തുതിയാണ്. മുഖസ്തുതിക്ക് പറയുന്ന ആരും ഇഷ്ടപ്പെടുകയില്ല. കാരണം തീർച്ചയായിട്ടും അവർ ആത്മാർത്ഥമില്ലാത്തതാണ്. അതെ അതെ. ഓക്കെ. അദ്ദേഹം ഇവിടെ പറയുന്ന കാര്യം എന്താ വെച്ചാല് മുഖസ്തുതിയെ പറ്റി ഒരാൾ അവനവനെ പറ്റി പറയാൻ വിചാരിച്ച ഒരു കാര്യമുണ്ട്. നമ്മളുടെ മനസ്സിലുള്ള ഒരു കാര്യം ഒരാളെ മുഖത്ത് നോക്കി പറയാം. അതാണ് മുഖസ്തുതി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വിചാരിക്കും, നമ്മളിങ്ങനെ ഭയങ്കര വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് ആ സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. ഹലോ, നമുക്കൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? സൗണ്ട് ഉണ്ടോ? നമ്മളെ പറ്റിട്ട് ഒരാള് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഒരാള് നമ്മൾ വിചാരിച്ച കാര്യം മറ്റൊരാള് നമ്മുടെ മുഖത്ത് നോക്കി പറയാ. അപ്പം അവിടെ അദ്ദേഹം പറയുന്നത് മുഖസ്തുതി പറയുമ്പോൾ ശത്രുക്കളെ മെക്സിക്കോ സിറ്റിയിലെ സ്റ്റാച്യുവിൽ എഴുതി വെച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ശത്രുക്കളെ ഭയപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഭയപ്പെടേണ്ടത് ഈ മുഖസ്തുതിക്കാരെയാണ് പറയുന്നത്. നമ്മുടെ എല്ലാ കഴിവുകളും അവിടെ നശിപ്പിച്ചു കളയും. നമ്മളറിയില്ല. നമ്മളിപ്പം അതില് മുങ്ങിപ്പോകുന്ന കുറെ പേരുണ്ട് അല്ലെ? ഓരോരുത്തരിങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും കൊണ്ട് ചാടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ പറയാണ് ശത്രുക്കളെക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഈ മുഖസ്തുതിക്കാരെ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അപ്പോ ഇത്രയും പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം പോകുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ സ്വാധീനിക്കുക എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് സ്വാധീനിക്കുക എന്ന്. അതായത് ഒരാളുടെ ഇപ്പൊ നമ്മളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക. അദ്ദേഹത്തിന്റെ നമ്മളിൽ ആഗ്രഹം തോന്നിപ്പിക്കുക. ഒരു കാര്യം അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാനാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധിച്ച ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ആ ആളിൽ അതിനുള്ള ആഗ്രഹം ഉണ്ടാക്കുക എന്നാ പറയുന്നത്. ഇപ്പൊ ഞാന് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് ഈ ചെറുപ്പത്തിലെ വീട്ടിൽ നിന്ന് കിട്ടിയ കുറെ ഈ ഒരു ബുള്ളിങ് എന്ന് വെച്ചാല് ഒരിച്ചിരി പഠിക്കാണ്ടൊക്കെ ഉണ്ടാവും, വളരെ ശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ ബേസിക് ഒന്നും ശരിയാവാത്തത് കൊണ്ടോ, ചില അമ്മമാരുടെ പ്രസവം കൊണ്ട് കുട്ടികളെ നോക്കാൻ പറ്റാണ്ട്, അങ്ങനെയൊക്കെ ബേസിക് ഒന്നും ഇല്ലാണ്ട് ഈ കുട്ടികള് 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും? പഠനത്തില് പിന്നോക്കാവസ്ഥയിലേക്ക് പോകും. അപ്പൊ അവർക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അവർ ബുക്ക് കാണുന്നതേ അവർക്ക് വെറുപ്പായിരിക്കും. വീട്ടിലുള്ള പ്രശ്നങ്ങളും പ്രഷറും ഒക്കെ കൊണ്ട് ഈ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഇവരെ മുമ്പിൽ എന്നെ വെച്ചിട്ട് ഇരുത്തി പറയും ഈ കുട്ടികളിങ്ങനെ ഈ കുട്ടി ഒന്നും പഠിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ അവന്റെ മുഖം ഇങ്ങനെ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും എന്റെ അടുത്തേക്ക് വന്നിട്ടിരിക്കുക. അപ്പൊ ഞാൻ എന്നിട്ട് പാരന്റിന്റെ വിശദീകരണങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവനൊന്ന് അസസ്മെന്റ് എടുക്കും. അപ്പൊ ആ സമയത്ത് ചിലപ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും ക്യാറ്റ് എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറയും നിനക്ക് 3 ലെറ്റർ വേർഡ് ഒക്കെ ശരിക്കും എഴുതാൻ പറ്റുന്നുണ്ടല്ലോ. ചില കുട്ടികൾക്ക് അക്ഷരങ്ങൾ പോലും അറിയില്ല. നീ ഇത്ര നന്നായിട്ട് ക്യാറ്റ് ഒക്കെ എഴുതിയല്ലോ, മിടുക്കനാണല്ലോ എന്നൊക്കെ പറയുമ്പോ തന്നെ അവന്റെ കണ്ണൊക്കെ തെളിഞ്ഞ് ബൾബ് പോലെയായി ഭയങ്കര സന്തോഷത്തോടുകൂടി അവൻ അവിടെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ നിനക്ക് എന്താ കഴിവുള്ളത്, പാട്ടൊക്കെ പാടുവോ എന്ന് ചോദിച്ചാൽ പാട്ടൊക്കെ ഒരു 2 പേര് പാട്ടൊക്കെ പാടി അവനൊരു ആത്മവിശ്വാസം വരും. 2 ദിവസം ഇങ്ങനെ നമ്മളിങ്ങനെ അവനെ ഒന്ന് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാന്ന് പറയില്ലേ, അവനെ ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ
മൂന്നാമത്തെ ദിവസം മുതൽ അവന് ലേണിംഗ് പ്രോബ്ലം ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കും, വളരെ ഫാസ്റ്റ് ആയിരിക്കും. അവന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ മനസ്സിലായി, ഇടക്കിടക്ക് മിടുക്കൻ, സൂപ്പർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ അവൻ നന്നായിട്ട് പഠിച്ചു. ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ നമ്മൾ വേറെ മെത്തേഡിൽ കൂടിയാണ് അവരെ പഠിപ്പിക്കുക. അപ്പൊ അവിടെ നമ്മൾ ഈ പറയുന്ന ഡെയിൽ കാർണഗി പറയുന്ന ഈ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താന്ന് വെച്ചാൽ ആ വ്യക്തിയിൽ ആഗ്രഹം ജനിപ്പിക്കുക എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പൊ പുകവലി, ഒരാൾക്ക്, ഒരു കുട്ടിക്ക് ഇപ്പോ പുകവലി ഉണ്ട്. അപ്പം പുകവലി നിർത്താനായിട്ട് ഒരു അച്ഛന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? നീ പുകവലിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാവി ജീവിതത്തിന് അത് ദോഷകരമാവും, ബാസ്കറ്റ് ബോൾ ടീമിൽ നിന്നെ എടുക്കില്ല എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. എന്ന് പറഞ്ഞ് അവന് ഉണ്ടാകാവുന്ന, ഭാവിയിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങളെ പറ്റി സൂചിപ്പിച്ചുകൊണ്ട് അവനിൽ ആ മാറ്റം വരുത്തുക എന്ന് പറയുന്നു. അവിടെ വിമർശനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. പിന്നെ കിടക്കയിൽ രാത്രി മൂത്രമൊഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ബെഡ് വെറ്റിംഗ്, അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ എങ്ങനെ മാറ്റാം? കുറെ ചീത്തയൊക്കെ പറഞ്ഞ, ദേഷ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആ കുട്ടി അതിൽ നിന്നും മാറില്ല. അതൊരു ചിലർക്ക് മെന്റലി വളരെ ഉള്ള പ്രശ്നമാണത്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത് വെച്ചാല്, ആ കുട്ടിയെ, ഇപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ഒരു ഫാദർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ബെഡ് ഷോപ്പിൽ കൊണ്ടുപോയി ഒരു നല്ല ഒരു ബെഡ് വാങ്ങിച്ചു, ഇഷ്ടമുള്ള ഒരു ബെഡ് വാങ്ങിച്ചു, നല്ല കളറ്. എന്നിട്ട് ആ കുട്ടിയെ തന്നെ അതിൽ അവനെ കൊണ്ട് അത് വിരിപ്പിച്ചു. എന്നിട്ട് അവന് ഇഷ്ടമുള്ള ആ ഒരു രീതിയിലൊക്കെ വെച്ചു ആ ബെഡ്. എന്നിട്ട് രാത്രിയായപ്പോ ആ കുട്ടി ആ ബെഡിൽ കിടത്തു. അവന് ഇഷ്ടമുള്ളതാ, അത്രേ ഇഷ്ടമായിട്ടിരിക്കുന്നത്, മൂത്രമൊഴിച്ചില്ല. അങ്ങനെ ആ കുട്ടി ആ മൂത്രമൊഴിക്കൽ മാറ്റി എന്നാണ് പറയുന്നത്, ബെഡ് വെറ്റിങ്ങിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ. അപ്പം ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ് അവിടെ കിട്ടും. അപ്പോ ആ ഒരു കണ്ടീഷൻ വരെ മാറുമെന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തൊരു കുട്ടീനെ പറ്റിയിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തൊരു കുട്ടി എന്ത് പറഞ്ഞാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. എന്താ ചെയ്തെന്നറിയാം അദ്ദേഹം? ബ്രേക്ക്ഫാസ്റ്റ്, ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ കോൺഫ്ലെക്സോ എന്തോ അങ്ങനെ സാൻഡ്വിച്ച് അതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കുട്ടിയെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചു. കുട്ടിക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയില്ലേ, ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാൻ പോണു, ഭയങ്കര അമ്മ കൊണ്ടുവന്ന് ഇഡ്ഡലി കൊണ്ടുതന്നു, അതുകൊണ്ട് തന്നെ ഇതൊന്നും കഴിക്കുന്നതിനേക്കാളും സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഒരു താല്പര്യത്തോടു കൂടി ആ കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ കുട്ടീനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇഷ്ടപ്പെടുത്തി കൊണ്ടുവന്നു എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ തോന്നിപ്പിക്കുക എന്നുള്ളത്. ഈ ഹവാർഡ് തേഴ്സ്റ്റൺ എന്ന് പറഞ്ഞ ഒരു മജീഷ്യന്റെ കാര്യം ഇതിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ട്രെയിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മള് ഈ എന്താണ് ഇപ്പം അദ്ദേഹം മാജിക് കാണിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഉറക്കെ പറയുമായിരുന്നു അത്രേ, ഐ ലവ് മൈ ഓഡിയൻസ്. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നു. ഇത് നമുക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പറയാം, ഐ ലവ് മൈ ഓഡിയൻസ് എന്ന് പറയുമ്പോ അവിടെ ഒരു കണക്ഷൻ വരും അല്ലെ? ആ കണക്ഷനിൽ കൂടെ നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങോ നമ്മുടെ എന്ത് പ്രോഗ്രാം ആയാലും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഈ ബുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത കാര്യം അദ്ദേഹം പറയുന്നു, സമയായോ? അടുത്ത കാര്യം അദ്ദേഹം പറയുന്നു, നമ്മൾ സുഹൃത്തുക്കളെ സമ്പാദിക്കുമ്പോൾ എന്തൊക്കെയാ ചെയ്യണമെന്ന്. നമ്മുടെ ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് അവരുടെ ബർത്ത്ഡേ ആ ദിവസത്തില് ഒന്ന് അവരെ വിളിക്കുക. ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? ഇപ്പൊ എന്നെ ഒരാൾ വിളിക്കുകയാണ്, എന്റെ ബർത്ത്ഡേ April 20 ആണ്. ഒരാൾ അന്ന് വിളിച്ചിട്ട് പറയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞു. എന്നെ ഓർത്ത ആഴ്ച എന്നെ എത്ര കാര്യമായിട്ട് ഓർത്തിരുന്ന ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമുക്ക്. അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരാളെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അയാളെ വെൽക്കം ചെയ്യുക. അല്ലെ? അത് നമ്മുടെ പോസ്റ്റ് കമ്മ്യൂണില് ഇപ്പൊ ഇന്നും ഞാൻ കണ്ടു, വളരെ നമ്മളിങ്ങനെ കടന്നു വരുമ്പോ തന്നെ മാം എന്താണ് വിശേഷം, സുഖല്ലേ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ഇടപഴകുമ്പോ തന്നെ നമുക്കൊരു വൈബാണ്. കുട്ടികൾ പറയുന്ന പോലെ അങ്ങനെ കയറി ചെല്ലാന്നൊരു സന്തോഷാണ് നമ്മുടെ. അത് വല്ലാത്തൊരു ഇതാട്ടോ നമ്മുടെ പോസ്റ്റ് കമ്മ്യൂണിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക. അതുപോലെ തന്നെ ഒരാള്
ഫോൺ വിളിച്ചു കഴിഞ്ഞാല് ഹലോ പറയുന്നതിൽ തന്നെ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ ചോദിക്കുന്നത്, ഹലോ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ തന്നെ അവിടെ ഒരു കണക്ഷൻ വന്നു. ഇങ്ങനെ നമ്മള് സംസാരിക്കുമ്പോഴാണ് നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടുക. എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കുക, അവരോടൊക്കെ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് അറിഞ്ഞ് സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം, കുറച്ചും കൂടിയുള്ള വേറൊരു കാര്യം പറയുന്നത്, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പഠിപ്പിക്കുന്ന പോലെ അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല. ഇതാണ് കാര്യം, എനിക്ക് കുറെ അറിവുണ്ട്, ഞാൻ എന്നെ പഠിപ്പിക്കുകയാണ്, അതുപോലെ അയാൾക്ക് തോന്നാൻ പാടില്ല എന്ന്. താങ്കൾക്ക് ഇതൊക്കെ അറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കണം നമ്മൾ അവരോട് സംസാരത്തിൽ തുടങ്ങേണ്ടത്. അപ്പൊ അവരതെന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല. ഒരു തർക്കം വന്നു എന്ന് വിചാരിക്കുക, അപ്പോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ദേഷ്യത്തോടു കൂടി തർക്കത്തിലൂടെ ഉൾപ്പെട്ട് പ്രശ്നം വഷളാക്കല്ല ചെയ്യേണ്ടത്. അതെ, ഞാൻ വിചാരിച്ചത് ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് വേറൊരു രീതിയിലാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത്, ഈ രീതിയിലാണല്ലേ, ഓക്കെ നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ചർച്ചനെ നമ്മളൊന്ന് കൂളാക്കുക എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കാണ് തെറ്റ് പറ്റുക, പറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കും കൂടായില്ല, അവർക്കും കൂടായില്ല, പക്ഷെ നമ്മൾക്കാണ് തെറ്റ് പറ്റുകയാണെങ്കിൽ നമ്മൾ പറയണം, ആ തെറ്റ് നമ്മൾ തുറന്ന് സംസാരിക്കുക. അപ്പോ സംഭാഷണങ്ങളൊക്കെ വളരെ അധികം കൂളായിട്ട് സ്മൂത്ത് ആയിട്ട് പോകും. അല്ലെങ്കിലോ പ്രഷർ കയറി അങ്ങോട്ട് വഴക്ക് പറഞ്ഞ് ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാകുന്നു. അപ്പോ ഡെയിൽ കാർനെഗി ആ ഒരു സംഭാഷണത്തിനെ അദ്ദേഹം പറയുന്നു, ഫ്രണ്ട്ലി ആയിട്ട് നല്ല റെസ്പെക്റ്റോട് കൂടിയും നമ്മൾ സംസാരിക്കുക, നമുക്ക് അതേപോലെ തന്നെ നല്ല ഊഷ്മളമായ സൗഹൃദങ്ങൾ തിരിച്ചു കിട്ടും എന്ന് പറയുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് കൂടി, ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മള് ഈ സോക്രട്ടീസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിനോട് ചെയ്യണ്ട എന്ന് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ തെറ്റാണ് എന്നൊക്കെ ആൾക്കാർ പറയും. അദ്ദേഹം ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നും പറയില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം കുറെ ചോദ്യങ്ങളാണ് ചോദിക്കും, ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവസാനം അദ്ദേഹം അവിടെ എത്തി നിൽക്കുന്നത് എന്താണ്, അവരെ കൊണ്ട് ശരി എന്ന് പറയിപ്പിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അദ്ദേഹം ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ ഒന്നും പറയില്ല, അവർ വിമർശിക്കും. അപ്പൊ അദ്ദേഹം ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിനെ ശരിയിലേക്ക് എത്തിക്കും. ഒരുപാട് ശരികളുമായി ആ സംഭാഷണം അദ്ദേഹം അവസാനിപ്പിക്കും അത്രേ എന്ന് അദ്ദേഹം പറയുന്നത്. ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ശരീരം ശരിക്കും ഒരു സെല്ലുകളൊക്കെ ഒരു വല്ലാത്തൊരു പിൻവാങ്ങൽ നടത്തുന്ന പറയുന്നത്. യെസ് എന്ന വാക്കിനോടുള്ള യെസ് എന്ന വാക്ക് പറയുമ്പോൾ നമുക്കൊരു മുന്നിലേക്കാണ്, നമ്മൾ ഒരു പോസിറ്റീവാണ്. പക്ഷെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ സെല്ലുകളും നമ്മളുടെ ഓരോ അവയവങ്ങളും നമ്മളോട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി തന്നെ പിന്നിലേക്ക് മാറുന്നു. ഒരു പിൻവാങ്ങലാണ് നടക്കുന്നത്. യെസ്സിനോടുള്ള ഒരു പൊരുതലാണ് അവിടെ നടക്കുന്നത്. അപ്പോ പിന്നെയും അദ്ദേഹം പറയുന്നു, നമ്മൾ സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ ഒരിക്കലും മറ്റൊരാളുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്വന്തം നമ്മുടെ ആത്മസംരക്ഷണത്തിന് വേണ്ടി, സ്വന്തം അഭിപ്രായ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സ് കാണാതെ നമ്മൾ സംസാരിക്കരുത് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. പലപ്പോഴും നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അതാണ്. ഇപ്പം ഞാനൊരു കടയിൽ ചെന്നപ്പോൾ ഒരു കടയുടെ ഉടമസ്ഥൻ അവിടെ നിൽക്കുന്ന ഒരു ലേഡി ജീവനക്കാരിയോട് വളരെ മോശമായി സംസാരിച്ചു. കുറച്ചു നേരം ഞാനത് കേട്ടു. പിന്നെ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജോലിക്കാരോട് സംസാരിക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഇവിടെ വരാൻ താല്പര്യപ്പെടും, ഇത് വളരെ മോശമാണ്, ഇങ്ങനെ ചെയ്യരുത്, അവർക്കും അവരുടേതായ അഭിമാനമില്ലേ. ഞാൻ ഇതൊന്നും വായിക്കുന്നതിന് മുമ്പ് ഞാനൊരു കടയിൽ ചെന്ന് പറയുകയുണ്ടായി. പക്ഷെ ഇത് വായിച്ചപ്പോ എനിക്കത് ഓർമ്മ വന്നു. അപ്പൊ മറ്റുള്ളവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കണം, ആ രീതിയിലേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് വളരെ വിശദമായി തന്നെ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ അദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. വളരെ നല്ല ബുക്കാണ്. നമ്മുടെ ജീവിതത്തിലെയും നമ്മുടെ തൊഴിലിനെയും വളരെ മനോഹരമായി കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ബുക്കാണ് ഈ ഡെയിൽ കാർനെഗിയുടെ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ് എന്ന പുസ്തകം. ഇത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പുസ്തകം വളരെയധികം ഉപകാരപ്പെടും.
പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങള്, ഇതിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങള് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ പകർത്താൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നിർത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു. വണ്ടർഫുൾ you. പ്രസന്റേഷൻ തന്നെ. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് ആൻഡ് യുവർ ജോബ്, എങ്ങനെ ജീവിതത്തെയും നമ്മുടെ തൊഴിലിനെയും മനോഹരമായി കൊണ്ടുപോകാം, അതിന് കുറച്ച് ടിപ്സ് ആണ് മാം ഇവിടെ പറഞ്ഞു തന്നത്. എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബെറ്റർ ആക്കാം, എങ്ങനെ മറ്റുള്ളവരെ ഡീൽ ചെയ്യാൻ, എങ്ങനെ അവരെ മനസ്സിലാക്കാം, അങ്ങനെ കുറച്ച് ടിപ്സ് ആണ് മാം ഇവിടെ പറഞ്ഞു തന്നത്. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സ് തന്നെയാണ്. അപ്പോഴ് നമ്മുടെ വായനോത്സവം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റർ ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽ കോഴ്സസ്. നിങ്ങൾ ഒരു അധ്യാപകനോ പരിശീലകനോ കൗൺസിലറോ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളോ ആകട്ടെ, നിങ്ങളുടെ മേന്മ മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എക്സെല്ല സ്കിൽ മാസ്റ്റർ ഇന്റർനാഷണൽ റെഡിയാണ്. അതുപോലെ അന്തർദേശീയ യൂണിവേഴ്സിറ്റിയുമായി അസോസിയേറ്റ് ചെയ്ത് ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ്, ലൈഫ് സ്കിൽസ് കൗൺസിലിംഗ്, അപ്ലൈഡ് ലൈഫ് കോച്ചിങ് തുടങ്ങിയ ലോങ് ടേം ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ മികച്ച പ്ലാറ്റ്ഫോമാണ് എക്സെല്ല. ഇനി നാളത്തെ പുസ്തകം തിങ്ക് ലൈക്ക് എ മോങ്ക് അവതരിപ്പിക്കുന്നത് സ്മിത ബാനു മാം ആണ്. അപ്പോൾ ഇനി ഫീഡ്ബാക്ക് സെഷൻ ആണ്.